നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ നാളുകളിൽ വയനാട്ടിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യം കണ്ട് ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. വയനാട്ടിൽ കണിയാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് സ്വന്തം സഹപാഠിയെ മർദ്ദിക്കുന്നതിൻ്റെ അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ട് നമ്മളുടെയൊക്കെ മനസാക്ഷി മരവിച്ചിട്ടുണ്ടാവില്ലേ? നമുക്ക് ആ ദൃശ്യം കണ്ടിട്ട് തിരികെ വരാം. കൈ തായർക്കുന്ന ഞാൻ പറഞ്ഞേ, കൈ തായർച്ചോ അങ്ങനെ തന്നെ കൈ തായർക്കട, കൈ തായർക്ക്, കൈ തായർക്കട അവിടുന്ന് 10 തായർക്കില്ലേ കിടിലടിയേക്ക് ഇവിടെ തായർക്ക് 1 2 3 4 പണ്ടെന്നോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ആ വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന കാര്യം ഉറപ്പാണ്. കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ശരിക്കും നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് കടന്നു പോകുന്നത് എന്നത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ ഇരയായിട്ടുള്ള കുഞ്ഞ് സോറി 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 എന്ന് പറഞ്ഞിട്ടും എന്തൊരു ആവേശത്തോടു കൂടിയാണ്, കിരാതമായാണ് ഇരയെ നേരിടാൻ വേണ്ടി പാഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസാക്ഷി എത്രമാത്രം മാറിപ്പോയി. അവിടെ ഇരുന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട്, അവൻ ആസ്മയുള്ളതാ, അവനെ വെറുതെ വിട് എന്നും. എന്നിട്ടും കിരാതമായി ഇവർ നേരിടുന്നു എന്നുള്ളതും മറ്റൊരു സത്യം. ഓരോരുത്തരുടെയും കാലിൽ വീണ് മാപ്പ് പറയിപ്പിക്കുന്ന ദൃശ്യം നമുക്ക് അമ്പരപ്പോട് കൂടി അല്ലാതെ കണ്ടു തീർക്കാനാവില്ല. അവന്റെ കാലി വീഴാ, വീഡിയോ എടുക്ക്, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, അവന്റെ കാലി വീഴാ. കാലിൽ പിടിപ്പിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പം വടികൊണ്ട് മാരകമായി മർദ്ദിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ കുഞ്ഞി മർദ്ദനമൊക്കെ ഏറ്റിട്ട് വീട്ടിൽ ചെന്ന് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അഭയം തേടിയാൽ ഈ കുഞ്ഞിൻ്റെ ജീവന് ആര് ഉത്തരവാദിത്തം പറയും? ഇങ്ങനെ ക്രൂരമായി മൃഗീയമായി തല്ലിച്ചതയ്ക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരമാസകലം മർദ്ദിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ശരീരത്തിന് ഏൽക്കുന്നതിനേക്കാൾ മാരകമായിട്ടുള്ള മുറിവ് മനസ്സിനേൽക്കുന്നു. പറയണ്ടി, യേശു ക്രിസ്തുവിടെ പുത്രനായ ഞാൻ അവിടെ ഇരി 3 പ്രാവശ്യം ചുറ്റടിക്കണം, അല്ലേ യേശു എന്നെ കൊല്ലൂ. 1 ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവർക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി എന്ന, ദൈവത്തിന് സ്തുതി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുത്രനായ ഞാൻ എന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കാൻ തുനിയുന്നുണ്ട്. അപ്പോൾ അവനത് തെറ്റിക്കുമ്പം വീണ്ടും അവനെ അടിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, എവിടെയും മതം തിരുകുമ്പോൾ സമൂഹം വർഗീയമായി ധ്രുവീകരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാരാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും, ഏത് കൂട്ടരാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും അത് തീർത്തും അപലപനീയമാണ്, അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ച് കരുതലുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റിനെ തെറ്റായി അംഗീകരിക്കാനും ശരിയെ ശരിയായി കാണാനും തെറ്റ് ശരിയാകാതിരിക്കാനും തെറ്റിനെ ശരിയെന്ന് വിളിക്കാതിരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുക. നല്ല മനസാക്ഷിയുടെ രൂപീകരണത്തിനായി നമുക്ക് കൂട്ടായി പ്രയത്നിക്കാം.